പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാർക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 38 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഈ കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പല ബന്ധങ്ങളും വേർപെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ദാമ്പത്യ ബന്ധവും സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും വരെ നിസ്സാരമായ കാരണങ്ങളാൽ വേർപെട്ടു പോകുന്ന കാഴ്ചകൾ ഇന്ന് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ഈ വേർപെടലിൻ്റെ കാലത്ത് ഒരിക്കലും വേർപെട്ടു പോയില്ല എന്ന് ഈശോ ഉറപ്പിച്ചു പറയുന്ന ബന്ധം, അത് ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ബന്ധമാണ്. തിരുവചനം പറയുന്നത് പോലെ ഒരു ശക്തിക്കും നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്നും വിടുവിക്കുവാൻ സാധിക്കില്ല. കാരണം ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹം അത് വ്യവസ്ഥകൾക്ക് അതീതമായ സ്നേഹമാണ്. പല ബന്ധങ്ങൾക്കും വിരാമം ഇടുന്നത് ചില വ്യവസ്ഥകളാണ്, പിടിവാശികളാണ്. ഈശോയുടേത് സ്വയം അപ്പമായി മാറിയ, സ്വന്തമായി മുറിച്ച് വിളമ്പിയ സ്നേഹമാണ്. ആ സ്നേഹം നമുക്ക് വേണ്ടി ചോര ചിന്തിയ, ജീവൻ കൊടുത്ത സ്നേഹമാണെന്ന് കൂടി ഓർക്കാം. ആരൊക്കെ നമ്മെ ഒറ്റപ്പെടുത്തിയാലും തള്ളിക്കളഞ്ഞാലും ഈശോ നമ്മളോട് പറയും, എൻ്റെ ഹൃദയത്തിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ലെന്ന്. വിശുദ്ധ ബെർണാഡ് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ എത്രയോ ശ്രദ്ധേയമാണ്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ പരാജിതനായി മാറിയെന്ന്. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് കൊടുക്കാം. നമ്മളെ ഇത്രയേറെ സ്നേഹിക്കുന്ന അവിടുത്തെ സ്നേഹത്തിൻ്റെ വലയത്തിൽ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ബന്ധങ്ങളും ഒന്നുകൂടി കൂട്ടിയുറപ്പിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുഗ്രഹ സമൃദ്ധി നമ്മളിൽ നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.